ഇസ്ലാമിൽ വ്യക്തി, കുടുംബം, സമൂഹം ഇതിനൊക്കെ വ്യക്തമായ നിർവചനങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഇന്ന് ആധുനിക യുഗത്തിൽ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ചെറുപ്പക്കാർ വിവാഹബന്ധം ആവശ്യമില്ല, അതിൻ്റെ ആ കെട്ടുകുടുക്കിൽ നിന്ന് നമ്മൾ മോചിതരാകണം എന്നുള്ള ഒരു ചിന്ത, അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ഇസ്ലാമോഫോബിയയുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? അതിൻ്റെ ഒരു പരിണിത ഫലമാണോ ഇത്തരം ചർച്ചകളും കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്നത് എന്ന അഭിപ്രായമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന് കുടുംബത്തെയും സമൂഹത്തെയും ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമല്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. മുസ്ലിം സമൂഹത്തിലെ യുവാക്കൾ വിവാഹത്തിനും കുടുംബജീവിതത്തിനുമെല്ലാം എതിര് നിൽക്കുകയും അതേപോലെ ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നത് ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണോ? അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ കൃത്യമായ പ്രതിരോധവും ബോധവൽക്കരണവും നടക്കേണ്ടതില്ലേ എന്നാണ് സഹോദരൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് ചോദ്യകർത്താവ് വിരൽ ചൂണ്ടിയിട്ടുള്ളത്. ഒരു 1-2 മണിക്കൂർ പ്രസംഗിക്കേണ്ട വിഷയമാണ്. ഞാൻ വളരെ ചുരുക്കി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ്. സത്യത്തിൽ ഇസ്ലാമിനെതിരെയുള്ള ഇസ്ലാമോഫോബിയയുടെ എല്ലാം അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമാണ് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരേ ഒരു മതം എന്നുള്ളതാണ്. ഇസ്ലാം മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുന്ന മതം. ബാക്കി മതങ്ങളെല്ലാം, മതങ്ങൾ എന്നുള്ളതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് അവയുടെ ആരാധനാലയങ്ങളിൽ കേവലം ചില അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലായിടത്തും ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിന് എല്ലാ രംഗത്തും ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങിയ എല്ലാ തലങ്ങളിലും കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമർപ്പണം എന്നാണ് അർത്ഥം. ഒരാൾ മുസ്ലിമാകുന്നത് ജീവിതത്തിന്റെ എല്ലാ രംഗവും ഞാൻ എൻ്റെ സ്രഷ്ടാവിനെ സമർപ്പിക്കുവാൻ സന്നദ്ധമാണ് എന്ന് സ്വയം സമ്മതിക്കുമ്പോഴാണ്. അങ്ങനെയാകുമ്പോൾ അയാളുടെ വൈയക്തിക ജീവിതം, കുടുംബജീവിതം, സാമൂഹിക ജീവിതവുമെല്ലാം ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാകും. ആ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ ഇസ്ലാം ജീവിക്കുന്ന യാദർശമായി തീരും. ഇസ്ലാം ജീവിക്കുന്ന യാദർശമായി നിലനിൽക്കുന്നു എന്നത് പറയുമ്പോൾ അതിനർത്ഥം മറ്റേതെങ്കിലും മതങ്ങളെ തെറി പറയാണെന്നല്ല, മറിച്ച് മറ്റു മതങ്ങൾക്കുമെല്ലാം ഇതേപോലെയുള്ള ധാർമ്മിക സംഹിതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ധാർമ്മിക സംഹിതകളെല്ലാം അവയുടെ കാലത്തിനനുസരിച്ച് അവ തിരുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്തു പോയതാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറയാം. ഒരാൾ ഇന്നലെ വരെ മദ്യപിച്ചിരുന്ന ഒരാൾ മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ അയാൾ ഇന്നലെ വരെ ആരാധിച്ചിരുന്ന ആരാധ്യനെ ഒഴിവാക്കുക മാത്രമല്ല, അയാൾ മദ്യപാനം നിർത്തുക കൂടി ചെയ്യുകയാണ്. ഇന്നലെ വരെ പലിശയിൽ അധിഷ്ഠിതമായിരുന്ന കച്ചവടം നടത്തിയിരുന്ന ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെയുള്ള അയാൾ വിചാരിച്ചിരുന്ന മതത്തിൽ നിന്ന് ഒഴിവാകുക മാത്രമല്ല, ഇന്ന് അയാൾ ആ പലിശ കച്ചവടം നിർത്തുക കൂടിയാണ്. അഥവാ അതേസമയം മറ്റൊരു മതത്തിൽ, ഇപ്പൊ ക്രിസ്ത്യാനിയാകുകയാണ് ഇയാൾ എന്ന് വിചാരിക്കുക. അയാൾ ക്രിസ്ത്യാനിയാകുമ്പോൾ ഇന്നലെ വരെ അയ്യപ്പനെ ആരാധിച്ചിരുന്നവർ ഇന്നു മുതൽ യേശുവിനെ ആരാധിക്കണം എന്നല്ലാതെ അയാളുടെ മദ്യപാനം നിർത്തേണ്ട യാതൊരു കാര്യമില്ല, അയാളുടെ കച്ചവടം മാറേണ്ട യാതൊരു കാര്യമില്ല, അയാളുടെ വസ്ത്രധാരണം മാറേണ്ട യാതൊരു കാര്യമില്ല, അയാളുടെ ജീവിതത്തിൽ എവിടെ ഒരു മാറ്റം ഉണ്ടാവേണ്ട കാര്യമില്ല. ചുരുക്കത്തിൽ ഇസ്ലാം ജീവിക്കുന്ന മതമാണ്. ആ ജീവിക്കുന്ന മതമായി ഇസ്ലാം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, അതിനെ തകർക്കുവാനാണ് സത്യത്തിൽ ഈ ഇസ്ലാമോഫോബിക് ആശയങ്ങളും ഇസ്ലാം വെറുപ്പിന്റെ ആശയങ്ങളും എല്ലാം വ്യാപകമായി ഇപ്പോൾ നാസ്തികതയും നവനാസ്തികതയും എല്ലാം വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇസ്ലാം തകരണം എന്ന് ചോദിച്ചാൽ,
ഇവർ മുന്നിൽ കാണുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുണ്ട്. ആ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവരുടെ ലിബറലിസ്റ്റ് തത്വശാസ്ത്രജ്ഞന്മാർ സ്വപ്നം കണ്ട വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയിൽ എല്ലാവർക്കും ആസ്വദിക്കുവാനുള്ളതാണ് ഈ ലോകം എന്നുള്ളതാണ് ആ വ്യവസ്ഥിതിയുടെ അടിത്തറ. ആസ്വദിക്കുവാനുള്ളതാണ് ലോകം എന്നത് ശരിയാണ്, ഇസ്ലാമും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ആസ്വാദനം ദൈവിക മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ മാത്രമേ നടക്കൂ എന്നുള്ളതാണ് ഇസ്ലാം ലോകത്തോട് പറയുന്നത്, മനുഷ്യരോട് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആസ്വാദനത്തെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാക്കുകയും അങ്ങനെ ആളുകൾ അടിമപ്പെടുത്തുന്നതിനും ആളുകളെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചലിപ്പിക്കുന്നതിനും വേണ്ടി ഈ ആസ്വാദനങ്ങളെ വേറെ പല കുപ്പികളിലാക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മണിക്കൂറുകൾ വേണം. അപ്പോൾ ഇവർ ആദ്യം തകർക്കാൻ ശ്രമിക്കുന്നത് കുടുംബത്തെയാണ്. എന്തുകൊണ്ടെന്നാൽ കുടുംബമാണ് ധാർമ്മികതയുടെ അടിത്തറ, കുടുംബമാണ് മാനവികതയുടെ അടിത്തറ, കുടുംബമാണ് മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ അടിത്തറ എന്നുള്ളതാണ് സത്യം. ഇന്ന് പല രാജ്യങ്ങളിലും ഇവരുടെ ആശയങ്ങൾ പഠിപ്പിച്ച പല രാജ്യങ്ങളിലുമുള്ള സർക്കാരുകൾ വന്നുകൊണ്ട് അവിടെ യുവാക്കളോട് പറയുന്നത് എന്താ? യുവാക്കളെ, നിങ്ങളൊന്ന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി തരൂ, ഈ രാജ്യം ഒന്ന് നിലനിൽക്കട്ടെ എന്നാണ് ജപ്പാനിലെ പ്രധാനമന്ത്രി വന്ന് പറയുന്നു. അതേപോലെ തന്നെ മറ്റു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ സ്ത്രീകളോട് പറയുന്നു, നിങ്ങൾ തൊഴിലിടങ്ങളിൽ നിന്ന് പോയി ഒന്ന് വീട്ടിൽ പോയി നിങ്ങളൊന്ന് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കൂ, നിങ്ങളൊന്ന് കുടുംബജീവിതം നയിക്കൂ, എന്നിട്ട് ഞങ്ങളുടെ ഈ സമൂഹം നിലനിൽക്കട്ടെ എന്ന്. എന്തുകൊണ്ടാണ് അതില്ലാത്ത ഒരവസ്ഥയുണ്ടായത്? അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവർ പ്രചരിപ്പിച്ച ഈ ആശയമാണ്. പരമാവധി ജീവിതത്തെ ആസ്വദിക്കുക. ജീവിതത്തെ ആസ്വദിക്കുന്നത് എങ്ങനെ? ലൈംഗികതയെ കുറിച്ച് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് എന്താ? എല്ലാവർക്കും, എല്ലാ പുരുഷനും എല്ലാ സ്ത്രീകൾക്കും, എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാർക്കും. അതെ, ആ കാഴ്ചപ്പാടനുസരിച്ച് ഓരോരുത്തരും ആവശ്യമായ രൂപത്തിൽ അവരുടെ താല്പര്യമനുസരിച്ച് ശാരീരികമായി ബന്ധപ്പെടുന്നു. ആ ശാരീരിക ബന്ധത്തിന് ഇപ്പോഴാണെങ്കിൽ എല്ലാവരും അത് കുടുംബാസൂത്രണ മാർഗങ്ങളുള്ളത് കൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളില്ലാതെ നോക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോവാണ്. ഇതിന്റെ ഫലം ആയി ഉണ്ടാകുന്നത് ഈ അപകടകരമായ സാമൂഹ്യാവസ്ഥയാണ്. ഈ അപകടകരമായ സാമൂഹ്യാവസ്ഥയുടെ പരിണതി എന്താണെന്ന് വെച്ചാൽ അടുത്ത തലമുറയുടെ മാനസികവും വൈകാരികവുമായ ആരോഗ്യമില്ലാതെയാവുകയാണ്. അതാണ് പാശ്ചാത്യ നാടുകളിൽ ഇപ്പോ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള നാടുകളായിട്ട് ഇവിടുത്തെ നവനാസ്തികന്മാരെല്ലാം പരിചയപ്പെടുത്തുന്ന സ്കാൻഡിനേവിയൻ നാടുകളുടെ അവസ്ഥ. സ്കാൻഡിനേവിയൻ നാടുകൾ എന്താണ്? സന്തോഷത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മൂർധന്യാണ്. കാരണം എന്താണ്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്കാൻഡിനേവിയൻ നാടുകളിൽ മാത്രമല്ല സന്തോഷമുള്ളത്. കേരളത്തിൽ ഏറ്റവും സന്തോഷമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കുതിരവട്ടത്ത് പോയി അവിടുത്തെ ആശുപത്രിയിൽ പോയി അന്വേഷിച്ചാൽ മതി. അവർക്ക് യാതൊരു ദുഃഖമല്ല. ഏത് പ്രയാസത്തിന്റെ മുന്നിലും പൊട്ടി ചിരിച്ചുകൊണ്ട് ജീവിക്കുക. എന്താ കാര്യം? എന്താണ് കാരണം? കാരണം സ്കാൻഡിനേവിയൻ നാടുകളിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണ്? അവർ ചോദിക്കാൻ ചെല്ലുന്ന ആളുകൾ ചോദിക്കാൻ ചെല്ലുമ്പോഴെല്ലാം നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടിക്കടയിൽ പോലും കിട്ടുന്ന ആ രൂപത്തിലുള്ള മയക്കുമരുന്നുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. യുവാക്കളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നമായി അവിടുത്തെ സർക്കാരെല്ലാം പറയുന്നത് ഇതാണ്. അതേപോലെ തന്നെ സ്കാൻഡിനേവിയൻ നാടുകളിൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? യുവാക്കളുടെ എന്ന് പറഞ്ഞാൽ 18-നും 36-നും ഇടയിലുള്ള ആളുകളുടെ ആത്മഹത്യയാണ്. ആത്മഹത്യാ നിരക്ക് അതിഭീകരമായി വർദ്ധിക്കുന്നു. സന്തോഷം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു നാസ്തിക നേതാവ് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇസ്ലാമിൽ ഒരാൾക്ക് മരിക്കണം എന്ന് വിചാരിച്ച അതിനും കൂടിയുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാണ്. അപ്പോൾ അത്തരം സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യാവസ്ഥയെ ആണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. നൂതന ലോകം എന്ന ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ വരാൻ പോകുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നമാണ് ഇന്ന് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിബന്ധം ഇസ്ലാമാണ്, ഇസ്ലാമിക മൂല്യങ്ങളാണ്. ഇസ്ലാം മൂല്യപരമായി ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന
കുടുംബമാണ്. അപ്പോ മുസ്ലിം സമൂഹത്തിൽ കുടുംബത്തെ തകർത്ത് കഴിഞ്ഞാൽ മാത്രമേ മുസ്ലിം സമൂഹത്തിൽ ഇവരുടെ ആശയങ്ങളെ വളരെ സമർത്ഥമായി സന്നിവേശിപ്പിക്കാൻ കഴിയൂ. അതിന് ഇപ്പോൾ ഈ നമ്മൾ കേരളത്തിലെല്ലാം കഴിഞ്ഞ 10-30 കൊല്ലക്കാലം 15 കൊല്ലക്കാലമായി, 30 കൊല്ലം എന്ന് വേറെ വിഷയത്തിൽ പറഞ്ഞാൽ സൂചിപ്പിച്ചാണ്, 10-15 കൊല്ലക്കാലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്റർടൈൻമെന്റ്, പ്രത്യേകിച്ച് സിനിമകളും അതേപോലെയുള്ള എന്റർടൈൻമെന്റ് കാര്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ കാണുക, മൊത്തത്തിലുള്ള കുടുംബത്തെ അവതരിപ്പിക്കുന്നത്, വിവാഹത്തെ അവതരിപ്പിക്കുന്നത് അതൊരു ബന്ധനത്തിലേക്കുള്ള യാത്രയായിട്ടാണ്. കുടുംബത്തെ അവതരിപ്പിക്കുന്നത് അടിമത്വത്തിന്റെ ഒരു കേന്ദ്രമായിട്ടാണ്. അങ്ങനെയുള്ള വിവാഹത്തിലൂടെയുള്ള അടിമത്വത്തിലേക്ക് കടക്കരുത് എന്നുള്ള സന്ദേശമാണ് അവ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവ മാത്രമല്ല, നോവലുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, അതേപോലുള്ള സംഭവങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കുടുംബം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അപകടകരമായ ഒരു സംഗതിയാണ് എന്ന്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ വൈവാഹിക വിവാഹം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യവും അവസാനിക്കുന്ന അടിമത്വത്തിന്റെ ഒരു മാർഗമാണ് എന്ന് പഠിപ്പിക്കാൻ വളരെ സമർത്ഥമായി അവരുടെ തലച്ചോറിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച പ്രശ്നങ്ങളുടെ മുഴുവനും നിദാനം. അതിന് ഉപോത്ബലകമായി പലതും കടന്നു വരുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ. അത് വേണമെങ്കിൽ വളരെ വിശദമായി വേറെ പറയേണ്ടതാണ്. ഏതായിരുന്നാലും ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളെല്ലാം തന്നെ ഈ രൂപത്തിൽ എന്റർടൈൻമെന്റുകളിലൂടെ കടന്നു വന്ന്, നോവലുകളിലൂടെ, സാഹിത്യങ്ങളിലൂടെ കടന്നു വന്ന് ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ആണും പെണ്ണും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുടെ ആശയങ്ങൾ. അങ്ങനെ തന്നെയാണത് പറയേണ്ടത്. 14 വയസ്സുവരെ മകൾ എന്നുള്ള നിലക്ക് വളർത്തിയ എൻ്റെ പെൺകുട്ടി, അവൾ 14ാമത്തെ വയസ്സിൽ എന്നോട് വന്നുകൊണ്ട് പറയുന്നു, പാപ്പ ഞാനൊരു ആൺകുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് മാറണം എന്ന് പറഞ്ഞാൽ ആശുപത്രി കാണിച്ചു കൊടുക്കാൻ മാത്രമേ എനിക്ക് സ്വാതന്ത്ര്യമുള്ളൂ. അതല്ലാതെ മകൾ ഉപദേശിച്ചാൽ അത് നിയമവിരുദ്ധമാണ്. മകൾക്ക് കൗൺസിൽ ചെയ്താൽ അത് നിയമവിരുദ്ധമാണ്. മകളെ മാറ്റാൻ ശ്രമിച്ചാൽ അത് നിയമവിരുദ്ധമാണ്. മറിച്ച് അവൾക്ക് ആശുപത്രി കാണിച്ചു കൊടുക്കുക, അവൾ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യട്ടെ, ഇത് പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ സ്ത്രീയും തമ്മിലും പുരുഷനും തമ്മിലുമുള്ള ഇണചേരുന്നത് അത് വളരെ സ്വാഭാവികമാണ്, ഒരു പ്രശ്നമില്ല എന്നുള്ള വാദം. ഇതെല്ലാം പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ്. കാരണം കുടുംബം വിവാഹത്തെക്കുറിച്ച് പറയുന്നതാണ്, നിങ്ങൾക്ക് സ്വപ്നങ്ങളില്ലേ? തീർച്ചയായും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങൾ ഈ പ്രായത്തിൽ വിവാഹിതരായാൽ, ചെറുപ്രായത്തിൽ വിവാഹിതരായ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ ആദ്യം പരിശ്രമിക്കുക. എന്നിട്ട് 10, 35, 40 വയസ്സെല്ലാം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞു വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിവാഹിതരാവുക. ഇതാണ് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശയം. ഇതിന്റെ അപ്പോൾ സ്വാഭാവികമായുള്ള ചോദ്യമുണ്ട്, എതിർ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളിലൂടെ മറവിൽ പഠിപ്പിക്കപ്പെടുന്നത്. എന്താണ്? ലൈംഗികതയുണ്ടല്ലോ, ലൈംഗിക ആസക്തിയുണ്ടല്ലോ, അതിന് ആഗ്രഹമുണ്ടല്ലോ, അതിന് വളരെ പരസ്യമായി ലിംഗ ലൈംഗികതയാണല്ലോ ശ്രദ്ധിക്കപ്പെടുകയും പ്രശ്നം ഉണ്ടാവുകയെല്ലാം ചെയ്യുന്നത്. അത് വേണ്ട. സ്വവർഗ ലൈംഗികതയാവട്ടെ, അതിന് ഹോസ്റ്റലുകൾ ഉപയോഗിക്കട്ടെ, നിങ്ങളുടെ സ്നേഹിതകളെ ഉപയോഗിച്ചു കൊള്ളുക, സ്നേഹിതന്മാരെ ഉപയോഗിച്ചു കൊള്ളുക. അതേ സ്വവർഗ ലൈംഗികത എന്ന് പറഞ്ഞാൽ അതൊരു ശരിയല്ലല്ലോ, അത് തെറ്റല്ലേ? അത് സ്വാഭാവികമാണ്, മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ജനിതകമായ ഒരു സംഭവമാണ് എന്നെല്ലാം പച്ചക്കള്ളം പറഞ്ഞ് ഒരു ജനിതകത്തിന്റെയും ഒരു ബയോളജിയുടെയും ഒരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തിന്റെയും അടിത്തറയില്ലാത്ത ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ, LGBTQ ആശയങ്ങൾ, ഇത് പഠിപ്പിക്കുന്നത് കുടുംബം തകർക്കുന്നത് ഈ തരത്തിലുള്ള സാമൂഹ്യ ക്രമത്തെ സൃഷ്ടിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ നന്നായി ബോധവൽക്കരിക്കേണ്ട ഈ വിഷയത്തിൽ നമ്മുടെ മദ്രസകളിൽ, നമ്മുടെ പാഠഭാഗങ്ങളിൽ, ഞാൻ അതുകൂടി സൂചിപ്പിക്കട്ടെ, നമുക്കൊരിക്കലും ആ രൂപത്തിലുള്ള ധാർമ്മികത തെരഞ്ഞുകൊണ്ട് ഇന്ന് സ്കൂളുകളിൽ പോയിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, പുതിയ സർക്കാരുകൾ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായി ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നൊരവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ സമാന്തരമായി കുട്ടികളെ ഈ വിഷയത്തിൽ വളരെ ചെറുപ്പകാലഘട്ടം മുതൽക്ക് തന്നെ കൃത്യമായി ബോധവൽക്കരിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി അരീക്കോടിനെ പോലെയുള്ള സ്ഥലങ്ങളിലുള്ള യുവാക്കൾ, ഇവിടെ നമ്മുടെ ഇന്ന് ഇത് സംഘടിപ്പിച്ച ആളുകളെ പോലെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് അരീക്കോട് ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിന് മുഴുവനും വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച സ്ഥലങ്ങളിലൊന്ന് എന്നുള്ള നിലക്ക് തന്നെ
നമ്മുടെ ഈ ഒരു ടീമിൻ്റെ നേതൃത്വത്തിലെല്ലാം ആ രൂപത്തിലുള്ള ശക്തമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകണം എന്ന ചോദ്യത്തിന് ഉത്തരം എന്നുള്ള നിലക്ക് തന്നെ ഒരല്പം ദീർഘിച്ചാണെങ്കിലും സൂചിപ്പിക്കുകയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.